അപ്പം സോ ഗീസ് വെൽക്കം ബാക്ക് ടു ചാനൽ. വെൽക്കം ബാക്ക് ടു ചാനൽ ഡി അർജുൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലെ കണ്ടു തന്നെ എല്ലാം പണി പോയിരിക്കുകയാണ്. എൻ്റെ ഈ മാസമൊക്കെ ഫുൾ അലമ്പായിരുന്നു. എന്തായാലും പണി കിട്ടിയെന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് അടിക്കാതെ ഫുള്ളും ഇരുന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പണി എന്തെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാണും, നമ്മുടെ സ്ഥിരം ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പം പിടികിട്ടി കാണും. കാരണം നമ്മൾ വീഡിയോ തുടങ്ങുന്ന മുമ്പ് നമ്മൾ ഇൻട്രോ വീഡിയോ കാണിക്കുമായിരുന്നു, അതില്ല. ഈ വീഡിയോ എൻഡ് ആകുമ്പോൾ ഒരു എൻഡിങ് വീഡിയോയും കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതും ഈ വീഡിയോക്കകത്തില്ല. ഈ വീഡിയോക്കകത്തൊന്നുമില്ല, ഒരു പാട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇടുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് കൂടി ഞാൻ പറയുന്നുണ്ട്. സത്യം പറയുവാണെങ്കിൽ ഈ വീഡിയോ വരേണ്ട സ്ഥാനത്ത് വേറെ വീഡിയോ ആണ് വരേണ്ടത്. അത് ഏത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണം സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരു പ്രോമോ വീഡിയോ പോലെ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. അതെങ്ങനെ പോയി എന്നൊക്കെ പറയാം. നിങ്ങൾ ഈ പുറകെ കാണുന്ന ടി വി ഇല്ലേ, ഇതിപ്പം പുതിയതായിട്ട് വാങ്ങിച്ച ടി വിയാണ്. ഇതിന് മുമ്പ് ഒരു ടി വി ഉണ്ടായിരുന്നു. ആ ടി വി നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട്, കഴിഞ്ഞ നമ്മളെ സെക്കൻഡ് ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് കണ്ടോന്നും എനിക്കറിയത്തില്ല, കാണാത്തതുകൊണ്ട് ജസ്റ്റ് പോയി കണ്ടിരിക്കുക. ഓക്കെ, അപ്പം ആ ടി വി ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഈ ടി വി വാങ്ങിച്ചു. ഇപ്പോൾ IPL ടി വിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ടി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ടി വിയാണ്. പിന്നെ ടി വിയെക്കുറിച്ച് പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ടി വി ഇരിക്കുന്ന സമയത്ത് അത് ഒരു ആൻഡ്രോയിഡ് ടി വിയാണ്. ആൻഡ്രോയിഡ് ടി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാലോ, യൂട്യൂബ്, പ്രൈം വീഡിയോ, ജിയോ സ്റ്റാർ, അങ്ങനെ മൊബൈലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണും. അപ്പം അതിനകത്ത് നമ്മൾ അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നെറ്റ് വേണം. അപ്പോൾ നമ്മൾ മൊബൈലിൽ നിന്നായിരിക്കും നെറ്റ് എടുക്കുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം വൈഫൈ വാങ്ങിക്കൊരു അവസ്ഥയൊന്നുമല്ല എൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ല. ഈ വീട് എൻ്റെ ഒരു വാടക വീടാണ്. അപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ വൈഫൈയും കാര്യങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തിട്ടാണ് ടി വിയിൽ യൂട്യൂബ് കാണണമെങ്കിൽ കാണുന്നത്. അല്ലാത്തപ്പോൾ ഡിഷിൻ്റെ ഇതുണ്ട്, അതുകൊണ്ട് ഡിഷിനാണ് കാണുന്നത് ചാനലൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പാട്ടൊക്കെ വെക്കണമെങ്കിൽ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് കാണും. അപ്പോൾ നമ്മുടെ ഈ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷമൊന്നും ആയില്ല. ഈ ഡിസംബർ 26 ആകുമ്പോൾ ഒരു വർഷം ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഫോണിൽ നെറ്റ് ഞാൻ ഓണാക്കിയിട്ട് ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യുമായിരുന്നു മറ്റേ ടി വിക്കകത്തോട്ട്. ഞാൻ കണക്ട് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കണക്റ്റിംഗ് കൊടുക്കുമ്പോൾ ഒരു മെസ്സേജ് വരും, നോ കണക്റ്റിംഗ് എന്ന് പറഞ്ഞ്. നമ്മൾ ആ ടി വിയുടെ സെറ്റിങ്സ് എടുത്ത് നോക്കിയാലും ഈ ഫോണിൻ്റെ ഒരു ഹോട്ട്സ്പോട്ട് കണക്റ്റിൻ്റെയും പേര് പോലും കാണിക്കുന്നില്ല. അത് നേരെ തിരിച്ച് എൻ്റെ അച്ഛൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, കാണാൻ പറ്റുന്നുണ്ട്, വൈഫൈ കണക്റ്റ് ആകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ മൊബൈൽ കണക്റ്റ് ആകുന്നില്ല എനിക്ക് സംശയം തോന്നി. ഞാൻ അവിടെ കൊണ്ട് കാണിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞത്, ആ ഫോൺ കടക്കാരെ പറഞ്ഞ് ഞങ്ങൾക്ക് അത് അറിയത്തില്ല എങ്ങനെയാണെന്ന്, അന്ന് നിങ്ങൾ വല്ല കമ്പനിയോ വല്ല വിളിച്ച് ചോദിച്ചു നോക്കുക, സർവീസ് സെൻറ്ററിൽ കൊടുത്ത് നോക്കുക, അപ്പോൾ ശരിയാക്കി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി, അങ്ങനെ കുറേ ചെയ്ത് നോക്കി. പിന്നെ എൻ്റെ രീതി കുറേ ചെയ്ത് നോക്കി, പാസ്വേഡ് മാറ്റി പേരൊക്കെ മാറ്റി നോക്കി, ഒരു ഇതും നടക്കുന്നില്ല. പിന്നെ ഞാൻ അവസാനം ഒരു കാര്യം ചെയ്തു, എന്താ പറയുക, ഇനി വേണ്ട എന്ന് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുതിയ ടി വി വാങ്ങിച്ചത്. അപ്പോൾ ഈ ടി വിയിലും ഹോട്ട്സ്പോട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫോൺ തന്നെ വേണം. അച്ഛന് കടയിൽ പോകും, അച്ഛന് ജോലിക്ക് പോകണ്ടേ. അച്ഛനില്ലാത്ത സമയത്ത് ഞാൻ പിന്നെ പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ നെറ്റ് ഇല്ലല്ലോ, വൈഫൈ ഇല്ല, ഒന്നാമത്തെ കാര്യം. എന്തായാലും ഈ മൊബൈൽ മാത്രം കാണത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഇതും ഒന്ന് കണക്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഒരു ദിവസം വിചാരിച്ചു, എന്തായാലും ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാമെന്ന് വെച്ച് പിന്നെയും യൂട്യൂബ് എടുത്ത് ഒരു വീഡിയോ കണ്ടു. ഒരു ഹിന്ദിക്കാരൻ്റെ വീഡിയോ ആയിരുന്നു. അത് കണ്ട് അങ്ങേര് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. പക്ഷേ അങ്ങേര് കാര്യം പറഞ്ഞത് നമ്മുടെ ഹോട്ട്സ്പോട്ട് റീസ്റ്റാർട്ട് അടിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മാറിപ്പോയി. മൊബൈൽ സ്റ്റോർ മൊത്തം മൊബൈൽ തന്നെ ഞാൻ സ്റ്റോറേജ് മൊത്തം റീസ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഫുള്ള് പോയി. ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഓണായി, റിക്കവറായി വന്നു. നമ്മളെ ഫോൺ പിന്നെ എടുത്തപ്പോൾ ലോക്കില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഈ ഫോൺ കിട്ടിയ സമയത്ത് എൻ്റെ എങ്ങനെയാണോ അങ്ങനെ ഒരു ആപ്പും ഇല്ല. മൊബൈലിൻ്റെ കമ്പനി തന്നെ തരുന്ന കുറേ ആപ്പുകളും
എൻ്റെ ഇൻസ്റ്റഗ്രാം പോയി, എൻ്റെ വാട്സപ്പ് പോയി, ഫേസ്ബുക്ക് പോയി, യൂട്യൂബ് പോയി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ വരെ അടിച്ചുപോയി. അങ്ങനെ കുറേ പോയി. എൻ്റെ കിടന്ന കുറേ ഫോട്ടോസ് പോയി, വീഡിയോസ് പോയി, കുറേ പാട്ടുകൾ പോയി, എൻ്റെ ഇൻട്രോ വീഡിയോ, എൻഡിങ് വീഡിയോ എല്ലാം പോയി. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഓണം ഫെസ്റ്റിലോട്ട് വരാൻ വേണ്ടി ഈ പ്രോമോ വീഡിയോ എഡിറ്റ് വെച്ച് വന്നു, അതും പോയി. അങ്ങനെ കുറേ കാര്യങ്ങൾ പോയി. അങ്ങനെ മൊത്തത്തിൽ ഞാൻ മൊത്തത്തിൽ ഒരു വട്ടത്തിൽ അറിയാമല്ലോ, അതും ആ രീതി ഇരിക്കുകയാണ്. നമ്പരൊക്കെ പോയി. പിന്നെ നമ്പരൊക്കെ എങ്ങനെയോ പിന്നെ റിക്കവറായി വന്നു. പിന്നെ എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് അറിയാവുന്നതുകൊണ്ട് അതെടുത്തു. കാരണം ഓട്ടോമാറ്റിക് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് എനിക്കറിയാം. ഫേസ്ബുക്ക് കിട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. കാരണം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വട്ടം കുറച്ചാണ് മുമ്പ് എനിക്ക് പണി കിട്ടിയായിരുന്നു. ഇൻസ്റ്റാഗ്രാം ഹാക്കായി പോയായിരുന്നു. അത് പിന്നെ തിരിച്ചെടുത്തു. അപ്പം തന്നെ ഞാൻ ഫേസ്ബുക്കായിട്ട് ലോഗിൻ ആയിട്ടിട്ടു. കാരണം ഇനി അതിൻ്റെ പാസ്വേഡ് എങ്കിലും മറന്നുപോയി കഴിഞ്ഞാൽ ഇത് വെച്ച് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഫേസ്ബുക്ക് കിട്ടിയ ഉടനെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം കിട്ടി. പിന്നെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീ ഫയർ, ക്രിക്കറ്റ് ഗെയിമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഡൗൺലോഡ് ആക്കി നിങ്ങൾക്ക് വേണ്ടി എഡിറ്റ് ചെയ്യുന്ന ആപ്പൊക്കെ ഡൗൺലോഡ് ആക്കി. ഇപ്പോൾ സെറ്റാണ് ഫോൺ, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ചാനലായ DH ലിയോ എൻ്റെ നിന്ന് പോയി. കാരണം അത് ഞാൻ ഈ മൊബൈലാണ് ലോഗിൻ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ അക്കൗണ്ടില്ലേ, നമ്മുടെ DH ലിയോ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഈ ഫോണിനകത്താണ് ലിങ്ക് ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ കാണുന്ന ഈ DH അർജുൻ വ്ളോഗ്സ് നമ്മുടെ TV-യിലും എൻ്റെ അച്ഛൻ്റെ ഫോണിലും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇമെയിൽ ID, പാസ്വേഡ് എനിക്കറിയാം. ഇമെയിൽ ID കാണണമെങ്കിൽ ഒന്നുകിൽ TV കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോണിൽ കയറി നോക്കിയാൽ മതി. പക്ഷേ നമ്മുടെ DH ലിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടുപോയി. എങ്ങനെ ഇമെയിൽ ID, പാസ്വേഡ് എനിക്കറിയാം, ഇമെയിൽ ID ഇല്ലാതെ എങ്ങനെയൊക്കെ എടുക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ വെച്ച് പോയി. അധികം സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആ ചാനൽ കൊണ്ടുവന്ന ഓളമുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് വ്യൂസിന് കൊണ്ടുവരാൻ പറ്റിയല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ പിന്നെ യൂട്യൂബ് വീഡിയോ പോയി. എന്നെ സംബന്ധിച്ച് മൊബൈൽ സെറ്റിങ്സിൽ കയറി എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഉള്ളൂ പണി കിട്ടാറുള്ളത്. ഇത് ഗൂഗിളായതുകൊണ്ട് ഞാൻ എന്തായാലും യൂട്യൂബിൽ പോയി വീഡിയോ കണ്ടു, അങ്ങനെ പറഞ്ഞ പോലെ ചെയ്തു. മലയാളം കേട്ടോ, അത് മലയാളി തന്നെയാണ്. അപ്പോൾ എന്തായാലും തിരിച്ച് കിട്ടി ചാനൽ DH ലിയോ തിരിച്ച് കിട്ടി. DH ലിയോയിലും നമ്മൾ ഓണം ഫെസ്റ്റിലായിട്ട് വീഡിയോ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നമ്മുടെ ഈ ചാനലിൽ ഓണം സ്പെഷ്യൽ ബ്ലോഗ് വരുന്നുണ്ട്. DH ലിയോയിൽ ഓണം സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ പവർ ഹൗസ് സോങ്ങിൻ്റെ ഒരു DJ റിമിക്സാണ് വരാൻ പോകുന്നത്. അതെല്ലാം ഞാൻ ചെയ്തില്ല, അത് പൂർത്തിയായില്ല. ഇനി കുറച്ചുകൂടെ വർക്കുകളുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്കാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഞങ്ങൾക്ക് ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്, ലിയോൺസ് എന്നാണ് പേര്. അപ്പോൾ അവിടെ ഒരു കളി ഉണ്ടായിരുന്നു. ആ കളിക്ക് പോയിട്ട് ക്യാച്ച് പിടിച്ചാണ്, കൈ ഒന്ന് കുത്തിയതാണ്. ക്യാച്ച് കിട്ടിയില്ല, പക്ഷെ കൈ നമ്മൾ ചാടി പിടിച്ചിട്ട് ആ ബോൾ പോയി. പക്ഷെ നമ്മൾ വീഴാൻ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ കുത്തിയാണ്. പക്ഷെ ഇവിടെ എന്തോ കുഴപ്പം പറ്റി. ഇവിടെ ഇപ്പോൾ ഭയങ്കര വേദനയാണ്, കൈ നീര്. ഇപ്പോൾ ഈ ഷർട്ടാണെങ്കിൽ കാണുമെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര നീരാണ്, ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത്. അപ്പം എന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാവോ എന്ന് പറയുക. ഇനി ഇതുപോലത്തെ വീഡിയോസുകൾ കാണും. ഓക്കെ, അപ്പം ഇതുവരെ വീഡിയോ കൊണ്ടുവരുന്ന എല്ലാ മച്ചന്മാർക്കും വളരെ താങ്ക്സ്. നമ്മുടെ ചാനലിൽ ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. അത് നിങ്ങളൊന്ന് പരിഗണിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഊർജ്ജം തരുന്നത്. അത് പറയല്ല, അത് തന്നെ പറയാം. നിങ്ങളുടെ സപ്പോർട്ട് എത്രമാത്രം ഉണ്ടോ അതായിരിക്കും എനിക്ക് ഇനി മുതൽ അങ്ങോട്ട് വീഡിയോ ഇടാൻ കിട്ടുന്ന അവസരം. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഭയങ്കര ഇതായിട്ടാണ്. കാരണം ഒരു ലെങ്തി വീഡിയോ ഒക്കെ ആണെങ്കിൽ യൂട്യൂബ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നല്ല നെറ്റ് വേണം. നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ 22 മിനിറ്റ് ഓക്കെ. അപ്പോൾ പോയത് വേറൊന്നുമല്ല, ആരോ വന്നു, അപ്പോൾ അങ്ങോട്ട് പോയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്, 22 മിനിറ്റുള്ള വീഡിയോ. 22 മിനിറ്റുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ നെറ്റ് എൻ്റെ കൈവട്ടം പോയി. ഞാൻ 2 ദിവസം കൊണ്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എൻ്റെ ഫോണിൽ ഒരു ദിവസം കിട്ടുന്നത് 1.13 GB ആണ്. എന്നുവെച്ചാൽ 1.5 GB ആണ് എനിക്ക് കിട്ടുന്നത് ഒരു ദിവസം. ആ ഒരു ദിവസം പെട്ടെന്ന് തന്നെ എൻ്റെ നെറ്റ് തീർന്നു പോകുന്നുണ്ട്. അല്ലാതെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ തന്നെ
ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. എൻ്റെ ദിവസം എനിക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നുവെച്ചാൽ വേറെ വീഡിയോസും വേറെ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പറ്റത്തില്ല. കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കുറയത്തുള്ളൂ. എത്ര പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ അത്ര പെട്ടെന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും മുടി അലമ്പ അതുകൊണ്ട് ഞാൻ തൊപ്പി വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ എത്ര എന്താവുമോ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇത് എപ്പോൾ അപ്ലോഡ് ചെയ്യും, എങ്ങനെ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതുവരെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടത് എൻ്റെ മൊബൈലിൽ നിന്നാണ്. അതിന് മുമ്പ് വരെ ഇട്ടത് എന്നുവെച്ചാൽ അതിന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൊബൈലിൽ നെറ്റ് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യും. അതല്ലാതെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ വൈഫൈ ഉണ്ട്. അപ്പം എന്തുകൊണ്ട് അവിടെ പോകുന്നത് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പാസ്പോർട്ട് അവൻ തന്നെയാണ് എനിക്ക് പാസ്വേഡ് പറഞ്ഞു തന്നത്. എടാ നീ എന്തായാലും ഇട്ടോ, കുഴപ്പമില്ല, നീ എൻ്റെ ചങ്കല്ലേടാ, നീ എന്തായാലും അപ്ലോഡ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നല്ല എന്തുള്ള വീഡിയോ 8 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ പോകത്തില്ല. അത് 10 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ പോയി അവൻ്റെ വീട്ടിൽ പോയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവൻ അവിടെ ഉണ്ട്, ഇല്ലാത്തതൊന്നുമല്ല, അവൻ്റെ അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ പാസ്പോർട്ട് പറഞ്ഞു തന്നതിന് ചോദിച്ചിട്ട് ഞാൻ വൈഫൈ ഓണാക്കി. നമ്മൾ പാസ്പോർട്ട് ഒരു വട്ടം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകുമ്പോഴത്തേക്ക് തന്നെ കണക്റ്റ് ആവുമല്ലോ. പക്ഷേ എന്താ പറയുക, ഇത് കണക്റ്റ് ആവുന്നില്ല. ഞാൻ പിന്നെ ആ പാസ്പോർട്ട് തന്നെ അടിച്ചു നോക്കി. ആ പാസ്പോർട്ട് തന്നെ അടിച്ചു നോക്കി, ഇല്ല, പാസ്പോർട്ട് മാറ്റിയതാണ്. പിന്നെ ഞാൻ ചോദിക്കാൻ നിന്നില്ല. കാരണം അവൻ്റെ വീട്ടിലെ വൈഫൈ ആണ്, അവൻ്റെ ഇഷ്ടമാണ് എപ്പോൾ പാസ്വേഡ് മാറ്റണം എന്നൊക്കെ. അവർ പൈസ കൊടുത്ത് മുതലാക്കി വെച്ചിരിക്കുന്ന വൈഫൈ നമ്മൾ ഊറ്റേണ്ട ആവശ്യമില്ല. അതെനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നീട് അന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഫോണിൽ നെറ്റ് തീർന്നാലും വേണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് 2 ദിവസത്തിൻ്റെ നെറ്റ് തീർന്നു. അതെനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഈ വീഡിയോ എങ്ങനെ പോയി അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ എൻ്റെ നെറ്റ് തീരുമാനിക്കുക എന്ന് തോന്നുന്നു. ഒരു ദിവസം പിന്നെയും ചാർജ് ചെയ്യാൻ എൻ്റെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അത് നിങ്ങൾ അതിന് മനസ്സിലാക്കുക. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളതിനൊരു സപ്പോർട്ട് ഇല്ല. കുറേ പേര് വീഡിയോ കാണും, പക്ഷെ ലൈക്ക് ചെയ്യത്തില്ല. എന്തുകൊണ്ട് ലൈക്ക് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തതെങ്കിൽ പറയുക, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുക. ഓക്കെ, ആരൊക്കെയോ അങ്ങോട്ടും പോകുന്നതാണ് ഞാൻ നോക്കി നിന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കുറേ പേര് കാണുന്നുണ്ട്, അത് ഉറപ്പാണ്. എനിക്കറിയാം. ഞാൻ യൂട്യൂബിൻ്റെ സെറ്റിങ്സ് കയറി നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതലും. നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാല് പിടിക്കുക, ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കിത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക, എനിക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ മോശം. ഓക്കെ, അപ്പം അധികം പറഞ്ഞ വീഡിയോയിൽ എന്താക്കുന്നില്ല. എന്താക്കി ഞാൻ എനിക്ക് തന്നെയാണ് പണി കിട്ടുന്നത്. നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ പണി കിട്ടുന്ന എനിക്ക് തന്നെയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു വഴിയില്ല, ഫോൺ നെറ്റ് തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ എൻ്റെ ചെയ്യുന്ന കാര്യം പറയട്ടെ, നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ പറഞ്ഞു ഞാൻ എന്താണെന്ന് ഞാൻ ഇപ്പം പറയാം. വേറൊന്നുമല്ല, നമ്മുടെ ഈ മാസം ഓണമാണ്. അപ്പോൾ ഓണത്തിന് സ്പെഷ്യൽ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. അത് പാർട്ടായിട്ടായിരിക്കും വരുന്നത്. കാരണം ഒന്നാമത്തെ കാരണം നെറ്റ് കുറവാണ്. അപ്പോൾ അത് അപ്ലോഡ് ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മളതിൽ ഏറ്റവും കൂടുതൽ എന്തായിട്ട് വരുന്ന വീഡിയോ അതായിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒരു 2 പാർട്ടായിട്ട് എനിക്ക് ഇടാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഉറപ്പാണ് അത് ചിലപ്പം ലെന്തി വ്ളോഗായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് 2ആയിട്ട് ഭാഗിച്ചിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ വരിക. ഈ മാസം ഇതോടെ കൂട്ടി മറ്റോടെ കൂട്ടുകയാണെങ്കിൽ 3 വീഡിയോസ് ഈ മാസം വരാൻ സാധ്യതയുണ്ട്. അതും ഓണം കഴിഞ്ഞിട്ടാവാം, ഓണത്തിന് ആ ദിവസമായിരിക്കാം, ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത് വീഡിയോ എഡിറ്റ് ചെയ്ത് വരുന്ന പോലെ ഇരിക്കും. എന്തായാലും ഈ മാസം തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. എല്ലാ മാസവും ഇങ്ങനെ
മൂന്ന് വീഡിയോ എന്ന് വരും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ കണക്കെന്ന് വെച്ചാൽ ഒരു മാസം ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മറ്റേ ചാനൽ അതുപോലെയാണ്. പിന്നെ ഷോർട്സ് വീഡിയോ ഇടയ്ക്കൊക്കെ ചില ആഴ്ചകൾ ഇടുന്നതായിരിക്കും. ഈ ചാനൽ ഇടയ്ക്കൊക്കെ ഷോർട്സ് വീഡിയോ വരുന്നതാണ്. അത് എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഓക്കെ, അത് ഞാൻ പറഞ്ഞു പോകുന്നില്ല. പറഞ്ഞു പോയാൽ എനിക്ക് തന്നെ പണി കിട്ടുന്നത് പറഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് പറ്റുപോയ പണി നിങ്ങൾക്കും പറ്റായിരിക്കുക. വേറെ വീഡിയോ കണ്ടിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആണ് വരെ. ബൈ.